ദൈവത്തിന് സ്തോത്രം. എല്ലാം ദാനമല്ലോ. പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ അനേകം കാര്യങ്ങളുണ്ട്. ചോദിച്ചതിലും നനച്ചതിലും പരമായി നമ്മെ കർത്താവ് നടത്തുന്നു. നാം ഇതൊന്നും ആഗ്രഹിച്ചതല്ല. ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതൊന്നും ആഗ്രഹിച്ച ഒരു വ്യക്തിയല്ല ഞാൻ തികഞ്ഞൊരു പരീക്ഷ മനോഭാവമുള്ള വ്യക്തിയായിരുന്നു. വചനം കേൾക്കാൻ വരും, കൂട്ടായ്മയ്ക്ക് ചേർന്നിരിക്കും. എന്നാൽ വ്യക്തിപരമായ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ ഞാൻ പിടിച്ചിരുന്നില്ല. എൻ്റെ ഹൃദയം മുഴുവൻ അശുദ്ധമായിരുന്നു. ഞാൻ ഒരു കാലത്ത് ചിന്തിച്ചിരുന്നു, ഞാൻ സാക്ഷ്യം പറയുമ്പോഴെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഞാൻ പ്രകടമായ പാപങ്ങൾക്കൊന്നും പോയിട്ടില്ല എന്ന്. എന്നാൽ ഈ കാലത്തിൽ ഞാൻ വ്യക്തമായി തിരിച്ചറിയുന്നൊരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നോക്കുമ്പോൾ, ഈ വേദപുസ്തകം അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ, പ്രകടമായ പാപമെന്നോ രഹസ്യമായ പാപമെന്നോ ഒന്നും ദൈവത്തിന് വ്യത്യാസമില്ല. നാം എല്ലാവരും പാപികൾ തന്നെയാണ് എന്ന്. നീ പ്രകടമായ പാപങ്ങൾ എന്ന് പറയുന്നത് പോലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നോക്കുമ്പോൾ അത് ഹൃദയം കൊണ്ട് ഞാൻ ചെയ്തവനാണ്. പ്രകടമായി പാപങ്ങൾ പോയില്ല എന്ന് വലിയ ക്രെഡിറ്റോടുകൂടി പറഞ്ഞാൽ അതുകൊണ്ട് സ്വർഗം നോക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് മേന്മയൊന്നുമില്ല എന്ന് ഞാൻ ഈ കാലത്തിൽ വ്യക്തമായി ഞാനത് തിരിച്ചറിയുന്നു. പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് അറിയുന്നു, ഞാൻ ഈ ലോകത്തിലേക്കും വെച്ച ഏറ്റവും വലിയ പാപിയാണ് എന്ന്. ഒരു കൊലപാതകം ചെയ്തൊരു വ്യക്തിയാണെങ്കിലും, പരസ്യമായി വ്യഭിചാരം ചെയ്തൊരു വ്യക്തിയാണെങ്കിലും, ഞാൻ അവരെ പോലെ ഈക്വലി, അവരെ പോലെ ഒരേപോലെ പാപം ചെയ്ത വ്യക്തിയാണ്. എന്നാൽ കർത്താവ് ഇന്ന് എനിക്കൊരു ഉറപ്പ് തന്നു. എന്താണെന്നറിയോ? എന്നെ പാപിയായിരുന്നിട്ടും എന്നെ സ്നേഹിച്ച എൻ്റെ യേശുക്രിസ്തു, പാപത്തിൽ വളർന്ന എന്നെയും സ്നേഹിച്ച എൻ്റെ യേശുക്രിസ്തു ദൈവം സ്നേഹമാകുന്നു എന്ന്. ദൈവത്തിൻ്റെ ഡെഫിനിഷൻ സ്നേഹമെന്നാണ് എന്ന്. അവനെ സ്നേഹിക്കാനേ അറിയുള്ളൂ, അവനെ സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ. നാം പാപികളായിരിക്കുമ്പോഴും നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. ഒരു വാക്യം നമുക്ക് വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 39-ാം വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. അവിടെ പറയുന്നത് രണ്ട് കൂട്ടരെ കുറിച്ചാണ്, രണ്ട് ആൾക്കാരെ കുറിച്ചാണ്. നാം ഈ വേദഭാഗം വായിക്കുമ്പോഴും നാമും ചിന്തിക്കണം, നാം ഇതിൽ ഏത് കൂട്ടത്തിലാണ് എന്ന്. ഏത് കൂട്ടത്തിലാണ് നാം ഇന്ന് ഇവിടെ ആയിരിക്കുന്നത്? ഈ നിമിഷം ഈ വേദഭാഗം വായിക്കുമ്പോൾ, അല്ല ദൈവവചനം ശ്രദ്ധിക്കുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കണം, നമ്മൾ ഇന്ന് ഏത് കൂട്ടത്തിലാണ്. നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രയാകുന്നു. രണ്ടുപേരെ പറ്റി അവിടെ പറയുന്നുണ്ട്. നാശത്തിലേക്ക് പിന്മാറുന്ന ഒരു കൂട്ടം, എന്നാൽ വേറൊരു കൂട്ടമുണ്ട് വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്ന ഒരു കൂട്ടം. പ്രിയമുള്ളവരെ, നാം ഇന്ന് ഏത് കൂട്ടത്തിലാണ്? നാശത്തിലേക്ക് പിന്മാറിപ്പോകുന്ന ആ കൂട്ടത്തിലാണോ? അതെയോ വിശ്വാസത്തോടെ, വിശ്വാസത്തിൻ്റെ നായകനായ യേശുക്രിസ്തുവിനെ നോക്കി ജീവരക്ഷ പ്രാപിക്കുന്ന ഒരു കൂട്ടത്തിലാണോ നാം ഇന്ന് ഓരോരുത്തരും? പ്രിയമുള്ളവരെ, നാം ചിന്തിച്ച് നോക്കേണ്ടതാണ്. ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ നാശപാതയിലൂടെ പോയൊരു വ്യക്തിയാണ്. ഞാൻ നാശത്തിലേക്ക് പോകുന്ന ഒരു കൂട്ടത്തിലേക്ക് ഞാൻ പോയൊരു വ്യക്തിയാണ്. എന്നാൽ എൻ്റെ കർത്താവ് ഇന്നെന്നെ ഒരു ജീവൻ്റെ വഴി കാണിച്ചു തന്നു. ഈ കൂട്ടായ്മയിലൂടെ ഒരു ജീവൻ്റെ വഴി കർത്താവ് എനിക്ക് കാണിച്ചു തന്നു. വിശ്വസിക്കാൻ കൊള്ളാവുന്നവനായി ഒരുത്തൻ എൻ്റെ മുമ്പിലുണ്ട് എന്ന്. എൻ്റെ യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ പോയാൽ മതി എന്നുള്ള ഒരു ജീവരക്ഷയ്ക്കുള്ള ഒരു കൊതി കർത്താവ് എനിക്ക് കാണിച്ചു തന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നാം ചിന്തിക്കണം, നാശത്തിലേക്ക് പിന്മാറുന്നവരാണോ? ഇന്ന് വേദപുസ്തകത്തിൽ നാം നോക്കുമ്പോൾ പല പല വ്യക്തികളെ നാം കാണാം. തോറ്റവരെ കാണാം, തോറ്റ് പിന്മാറിയവരെ കാണാം, എന്നാൽ തോറ്റിട്ടും ജയത്തിലേക്ക് മടങ്ങി വന്നവരെ കാണാം. വേദപുസ്തകത്തിൽ അങ്ങനെ അനേകം വ്യക്തികളെ നമുക്ക് പരിചയപ്പെടുവാൻ സാധിക്കും. പത്രോസ്ലീഹ തോറ്റ ഒരു വ്യക്തിയാണ്. പത്രോസ്ലീഹ പലപ്പോഴും തോറ്റുപോയ ഒരു വ്യക്തിയാണ്. എന്നാൽ പത്രോസ്ലീഹ വിശ്വസിച്ച് വീണ്ടും ജീവരക്ഷയിലേക്ക് വന്നു. എന്നാൽ വേറെ ചില വ്യക്തികളെ കാണാം. യൂദ തോറ്റുപോയൊരു വ്യക്തിയാണ്. എന്നാൽ തോറ്റ് നാശത്തിലേക്ക് പിന്മാറിപ്പോയൊരു വ്യക്തിയാണ്. നാമും ചിന്തിക്കണം, നാം തോറ്റവരായിരിക്കും അല്ലേ? പലതിലും തോറ്റവരായിട്ടല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ അങ്ങനെ ഇരുന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. നിങ്ങളും ചിന്തിച്ചു നോക്കിക്കേ, വേണ്ട എന്ന് വെച്ച പല പാപ സ്വഭാവങ്ങളിലും നാം തോറ്റവരായിട്ടല്ലേ ഇവിടെ ഇരിക്കുന്നത്. നാം ഒരു കാരണവശാലും ഇനി തിരിഞ്ഞു പോകുകയില്ല എന്ന് ചിന്തിച്ചിട്ടുള്ള ചില പാപ സ്വഭാവങ്ങൾ ജീവിതത്തിൽ വന്നതിലുള്ള ഒരു നിരാശയോടുകൂടി ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടോ? ഞാനത് ചെയ്യണ്ടായിരുന്നുവല്ലോ,
ഞാൻ അങ്ങനെ ഒരു പാപത്തിലേക്ക് പോകണ്ടായിരുന്നുവല്ലോ എന്ന് അങ്ങനെ ചിന്തിച്ച് ആരെങ്കിലും ഇവിടെ വന്നിരിക്കുന്നുണ്ടോ? എങ്കിൽ പത്രോസ്ലീഹ നമ്മെ കാണിച്ചു തരുന്നു. പത്രോസ്ലീഹ പലപ്പോഴും തോറ്റ ഒരു വ്യക്തിയാണ്, എന്നാൽ പിന്മാറിപ്പോയില്ല. എന്നാൽ ഒരിക്കലും പത്രോസ്ലീഹ പിന്മാറിപ്പോയില്ല. പത്രോസ്ലീഹ വീണ്ടും വീണ്ടും കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് തിരിഞ്ഞു വന്നു. പ്രിയമുള്ളവരെ, ആരും പിന്മാറിപ്പോകരുത്. തോറ്റവരാണെങ്കിലും പലപ്പോഴും തോറ്റ അനുഭവങ്ങൾ ഉണ്ടായിട്ടും ഒരു കാരണവശാലും പിന്മാറിപ്പോവാൻ ഇടവന്നില്ല എന്ന് ഈ കൂട്ടായ്മയിലേക്ക്, വചനത്തിൻ്റെ സന്നിധിയിലേക്ക് ചേർന്ന് വന്നു എന്ന് ദൈവം നമ്മെ കയറി പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രിയമുള്ളവരെ, തോറ്റ് പിന്മാറിപ്പോകരുത്. തോറ്റ് പിന്മാറി നാശത്തിലേക്ക് പോകരുത്. അവിടെ അങ്ങനെയാണ് പറയുന്നത്, നാം നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാവണമെന്ന്. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് വ്യക്തമായൊരു തീരുമാനമെടുക്കണം. എങ്ങനെയാണ് ജീവരക്ഷ പ്രാപിക്കുക? എങ്ങനെയാണ് നമുക്കൊരു ജീവരക്ഷ പ്രാപിക്കുവാൻ സാധിക്കുക? എങ്ങനെയാണ് ഈ തോറ്റ അവസ്ഥയിൽ നിന്ന് ഒരു ജയത്തിൻ്റെ അനുഭവം നമുക്ക് ലഭിക്കുക? എങ്ങനെയാണ് നമുക്ക് ജയത്തിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് കിട്ടുക? നമുക്കറിയാവുന്ന ഒരു വാക്യമാണ്, 1 കൊരിന്ത്യർ 15-ാം അധ്യായം 55-ാം വാക്യം. പൗലോസ്ലീഹ പറയുകയാണ്, ഞാൻ നിങ്ങൾക്കൊരു മർമ്മം പറഞ്ഞു തരാം. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു മർമ്മം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ ആരെങ്കിലും നിരാശപ്പെട്ട് പാപത്തിൻ്റെ അടിമകളായി വന്നിട്ടുണ്ടോ? ക്രിസ്തീയ ജീവിതത്തിനൊരു മർമ്മമുണ്ട്. നാം ആരും തലകുമ്പിട്ടവരായിരിക്കേണ്ട. ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെ ഓർത്ത് തലകുമ്പിട്ടവരായി നാം ആരും ഇരിക്കേണ്ട ആവശ്യമില്ല. ഒരു മർമ്മമുണ്ട്. ആ മർമ്മം എന്താണ്? നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. 55-ാം വാക്യം മുതൽ നമുക്കൊന്ന് വായിക്കാം. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. തോറ്റവരായിരിക്കുന്നവരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു മർമ്മം പറഞ്ഞു തരികയാണ്. നിങ്ങൾ തോറ്റവരായാണോ ഇരിക്കുന്നത്? നിങ്ങൾ ജയമില്ല എന്ന് കരുതിയാണോ ഇരിക്കുന്നത്? ഇനി എനിക്ക് ഈ പാപ സ്വഭാവത്തിന്മേൽ, ഇനി എനിക്ക് ഈ അശുദ്ധിയുടെ മേൽ, ഇനി എനിക്ക് മദ്യപാനത്തിൻ്റെ മേൽ ഒരു ജയമില്ല എന്ന് ചിന്തിച്ചാണോ ഇരിക്കുന്നത്? എന്നാൽ ഒരു മർമ്മം നിങ്ങൾ ഗ്രഹിച്ചുള്ളൂ. ഇതാണ് ഒരേ ഒരു മർമ്മം. ആര് മുഖാന്തരമാണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രമെന്ന്. നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ജയം, പഴയകാല ജയത്തിൻ്റെ ചരിത്രങ്ങൾ നമുക്ക് പറയുവാനുണ്ടാവും, നമുക്ക് ജയം കിട്ടിയ അനുഭവങ്ങൾ പറയുവാനുണ്ടാകും. എന്നാൽ ഇവിടെ പറയുകയാണ്, ജയം നൽകുന്ന ദൈവമാണ്. അനുനിമിഷം ജയം തരുന്നു, ഇപ്പോഴും ജയം തരുന്നു, ജയം തന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് ദൈവത്തിന് അറിയാം നാം വീണുപോകാൻ സാധ്യതയുള്ളവരാണ് എന്ന്. എന്നാൽ അനുനിമിഷം നമുക്ക് ജയത്തിൻ്റെ അനുഭവത്തിലൂടെ നടക്കുന്നു. ജയം തന്നുകൊണ്ടിരിക്കുന്ന ദൈവം, അത് അൺലിമിറ്റഡ് ആണ്. എപ്പോഴാണത് കിട്ടുന്നത്? അത് യേശുക്രിസ്തു മുഖാന്തരമാണ് കിട്ടുന്നത്. അത് യേശു വഴി മാത്രമേ കിട്ടുകയുള്ളൂ. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് കിട്ടുന്നത്. അനുനിമിഷം അൺലിമിറ്റഡ് ആയിട്ട് ജയം തരുന്ന ദൈവം, ജയം തരുന്ന ദൈവത്തിന് സ്തോത്രമെന്ന്. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? മരണം എന്ന് പറയുന്ന ആരാണ്? പിശാചേ, നിന്റെ ജയം എവിടെ? നിനക്ക് എങ്ങനെയാണ് എന്നിൽ ജയിക്കാൻ കഴിയുക? നിനക്ക് എന്നെ ജയിക്കാൻ സാധിക്കുകയില്ല. കാരണം എനിക്ക് എൻ്റെ യേശുക്രിസ്തു എൻ്റെ കൂടെയുണ്ട്. യേശുക്രിസ്തു മുഖാന്തരം എനിക്ക് ജയം നൽകുമെന്ന്, ഞാൻ ജയിച്ചിരിക്കുമെന്ന്, ഞാൻ ഇനി തോറ്റവരായി ഇരിക്കുകയില്ല. ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രമെന്ന്. പ്രിയമുള്ളവരെ, ജയം തരുന്ന ദൈവം, ദൈവത്തിന് നമ്മോട് സ്നേഹമാണ്, യേശുവിന് നമ്മോട് സ്നേഹമാണ്. അവൻ നമ്മെ ജയിപ്പിക്കുവാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആരും തോറ്റ് പിന്മാറി നാശത്തിലേക്ക് പോകണ്ട. നമുക്കൊരു ജയിക്കുന്ന കൂട്ടമായി, ജയം വരിക്കുന്ന ഒരു കൂട്ടമായി, പാപത്തിന്മേലുള്ള ജയം. പ്രിയമുള്ളവരെ, അതെൻ്റെ അനുഭവമാണ്. എനിക്കിന്ന് ജയം തരുന്ന ഒരു ദൈവം, അനുനിമിഷം ജയം നൽകുന്ന ഒരു ദൈവം. ഞാൻ അശുദ്ധിയിൽ വലഞ്ഞു പോയൊരു വ്യക്തിയാണ്, ഞാൻ അശുദ്ധ വിചാരങ്ങളിൽ വലഞ്ഞു പോയൊരു വ്യക്തിയാണ്. എൻ്റെ കണ്ണിന്മേൽ, എൻ്റെ നോട്ടത്തിന്മേൽ ജയമില്ലാതെ ഞാൻ കാണുന്നതെല്ലാം അശുദ്ധമായിരുന്നു. എന്നാൽ ഇന്ന് എനിക്കൊരു ജയം തരുന്നു. കൃപയാൽ എനിക്കൊരു ജയം കിട്ടുന്നു. ആരാണ് എനിക്ക് ജയം തന്നത്? എൻ്റെ യേശുക്രിസ്തു എനിക്ക് ജയം തരുന്നു. പ്രിയമുള്ളവർ, എനിക്ക് മരണഭയം ഉണ്ടായിരുന്നു, മരണത്തെ ഭയമായിരുന്നു, എനിക്ക് മരണഭയം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ എനിക്ക് ഇന്നൊരു ഉറപ്പ് തരുന്നു, ഏത് നിമിഷം മരിച്ചാലും യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നീ ഉണ്ടാകുമെന്ന്. അതെന്താണ് ആ ഉറപ്പ്? എൻ്റെ ജീവിതത്തിലൊരു സമർപ്പണം അവൻ ദാനമായി തന്നു. എന്നെ മേന്മ കൊണ്ടല്ല, എൻ്റെ ജീവിതത്തിൽ ഒരു സമർപ്പണം തന്നു. അറിഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു പാപം വരികയില്ല എന്ന്. പ്രിയമുള്ളവരെ, അതെൻ്റെ കർത്താവ് ഏറ്റെടുത്തു. എനിക്ക് ദാനമായി ആ സമർപ്പണം തന്നു. അതാണ് എൻ്റെ ബലം. എനിക്കിന്ന് ജയം തരുന്നു, അനുദിനം ജയം തരുന്നു. നമുക്ക് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ എങ്ങനെയാണ് ജയം ലഭിക്കുന്നത് നമുക്കൊന്ന് വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 35-ാം വാക്യം മുതൽ നമുക്കൊന്ന് വായിക്കാം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? അതിന്റെ 37-ാം വാക്യം നമുക്ക് വായിക്കാം. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം
ഇതിലൊക്കെയും പൂർണ്ണ ജയം ഓ, പ്രാപിക്കുന്നു. പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ആര് മുഖാന്തരമാണ്? എന്നെ സ്നേഹിച്ച എൻ്റെ യേശുക്രിസ്തു മുഖാന്തരം. യേശുക്രിസ്തുവിന് എന്നോട് സ്നേഹമാണ്. ആ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നത് ആരാണെന്ന്? കഷ്ടതയാണോ, സങ്കടമാണോ, ഉപദ്രവമാണോ, പട്ടിണിയാണോ, നഗ്നതയാണോ? യേശുവിന് എന്നോട് സ്നേഹമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ സങ്കടങ്ങൾ വരുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ പട്ടിണികൾ വരുമ്പോൾ, ആർക്കും സഹായിക്കാൻ വയ്യാത്ത അവസ്ഥ വരുമ്പോഴും നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചോളൂ, എൻ്റെ യേശുവിന് എന്നോട് സ്നേഹമാണ് എന്ന്. എൻ്റെ യേശുക്രിസ്തുവിന് എന്നോട് സ്നേഹമാണ് എന്ന്. അവൻ ഒരിക്കലും നമ്മെ തള്ളിക്കളയുകയില്ല എന്ന്. ക്രിസ്തുവിന് എന്നോട് സ്നേഹമാണ്. അങ്ങനെ നാം വിശ്വസിച്ചാൽ, ആ സ്നേഹത്തിൽ നാം വിശ്വസിച്ചാൽ, നാം തിരിച്ച് സ്നേഹിക്കാൻ തുടങ്ങിയാൽ, ആ യേശുവിനോടുള്ള സ്നേഹം നമ്മിൽ വളർന്നാൽ അവിടെ ഒരു റിസൾട്ട് ഉണ്ട്. പൂർണ്ണ ജയം. ഇംഗ്ലീഷ് ബൈബിളിൽ അതെങ്ങനെയാണ് പറയുന്നത്? മോർ ദാൻ എ കോൺകറർ എന്ന്. മോർ ദാൻ എ കോൺകറർ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺകറേഴ്സിനെ നമുക്കറിയാം. അനേകം കോൺകറർമാരുണ്ട്, അനേകം ചക്രവർത്തികളുണ്ട്. അലക്സാണ്ടർ ചക്രവർത്തി, അങ്ങനെ അനേകം ചക്രവർത്തിമാരെ നമുക്കറിയാം. അവരെക്കാളും വലിയ ജയമാണ് എന്ന്. മോർ ദാൻ എ കോൺകറർ. ആര് മുഖാന്തരം? എന്നെ സ്നേഹിച്ച എൻ്റെ യേശുക്രിസ്തു മുഖാന്തരം. ആ യേശുക്രിസ്തു മുഖാന്തരമാണ് എനിക്ക് ജയം ലഭിക്കുന്നത്. ആ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് എനിക്ക് ജയം ലഭിക്കുന്നത്. എനിക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്ന ഒരുത്തനുണ്ട് എന്ന്. അതിന് മുമ്പ് ഇങ്ങനെയാണ്: ദൈവം തെരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവമാണ്. പിശാചിന് പിന്നെ എന്നെ കുറ്റം ചുമത്താൻ സാധിക്കുകയില്ല. നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്. ആരെങ്കിലും നിരാശയിലിരിക്കുന്നുണ്ടോ? ഞാൻ തെറ്റ് ചെയ്തു പോയല്ലോ എന്നോർത്ത് നിരാശയിലിരിക്കുന്നുണ്ടോ? എന്നാൽ ഒരാളുണ്ട്, നീതീകരിക്കുന്നവൻ ദൈവമാണ്. പിന്നെ ആരാണ് നമ്മെ കുറ്റം ചുമത്തുന്നത്? ആ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെയാണ് താഴത്തേക്ക് നാം വായിക്കുന്നത്: ക്രിസ്തുവേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാതം കഴിക്കുകയും ചെയ്യുന്നു. അവൻ നമുക്ക് വേണ്ടിയാണ് പക്ഷവാതം കഴിക്കുന്നത്. നമുക്ക് വേണ്ടിയാണ് അവൻ പക്ഷവാതം കഴിക്കുന്നത്. എപ്പോൾ? നാം ഒരു ചെറിയ തെറ്റ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഒരു വീഴ്ച വരുമ്പോൾ, നാം ആ നിമിഷം തന്നെ, കർത്താവേ പറ്റിപ്പോയി കർത്താവേ, ഇനി ഞാൻ ഇതിലേക്ക് പോവുകയില്ല, നിന്റെ തിരുരക്തം എന്നെ കഴുകണമേ എന്ന് പറഞ്ഞ് ആ കാൽപാദം നാം കെട്ടിപ്പിടിക്കുമ്പോൾ നമ്മോട് ക്ഷമിക്കുന്ന ഒരു സ്നേഹം, നമുക്ക് ജയം തരുന്ന ഒരു സ്നേഹം, ജയത്തിൻ്റെ അനുഭവം തരുന്ന ഒരു സ്നേഹം. പ്രിയമുള്ളവരെ, ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ ആർക്കും വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന്. നിങ്ങളെ ആരാണ് വേർപിരിക്കുന്നത്? നിങ്ങളുടെ സഹോദരങ്ങളാണോ? നിങ്ങളുടെ വീട്ടിലുള്ളവരാണോ? നിങ്ങളുടെ മാതാപിതാക്കളാണോ? നിങ്ങളുടെ കൂട്ടുകാരാണോ? നിങ്ങളെ ആരാണ് ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുന്നത്? എന്നാൽ ഒന്ന് നിങ്ങൾ തിരിച്ചറിയണം: എന്നെ ഇതിലൊന്നും വേർപിരിക്കാൻ സാധിക്കുകയില്ല. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല എന്ന്. ഞാൻ വീണു പോകുമ്പോഴും എൻ്റെ യേശുക്രിസ്തു എന്നെ സ്നേഹിക്കുന്നു. ഞാൻ തളർന്നു പോകുമ്പോഴും യേശുക്രിസ്തുവിന് എന്നോട് സ്നേഹമാണ്. ഞാനിതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നുവെന്ന്. ക്രിസ്തുവിൻ സ്നേഹത്തിൽ നിന്ന് ആരും പിന്മാറിപ്പോകാതിരിക്കുവാൻ. പിന്മാറിപ്പോകുന്ന ഒരു സ്വഭാവമുള്ളവരാണ് നാം. പിന്മാറിയാൽ പിന്നെ എങ്ങോട്ടാണ് പോകുന്നത്? നാശത്തിലേക്കാണ്. അതവിടെ നാം വായിച്ചത്. പിന്മാറ്റം നാശത്തിലേക്കാണ്. തോറ്റ് പിന്മാറിയാൽ അത് നാശത്തിലേക്കാണ്. എന്നാൽ തോറ്റവരാണെങ്കിലും വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കാമെന്ന്. ആ സ്നേഹത്തിൽ നിന്ന് നാം പിന്മാറിപ്പോകാതിരിക്കുവാൻ, ആ സ്നേഹത്തിൻ്റെ ചങ്ങലയാൽ നമ്മെ മാറോടണയ്ക്കുന്നുവെന്ന്. ആ ക്രിസ്തുവിൻ്റെ സ്നേഹം എനിക്ക് പൂർണ്ണ ജയം തരുവാൻ, എന്നെ പൂർണ്ണമായി ജയിപ്പിക്കുവാൻ, ഞാൻ ഇന്ന് തോൽക്കുന്ന പാപങ്ങളിൽ നിന്നെല്ലാം എനിക്ക് പൂർണ്ണമായി ജയം തരുവാൻ എൻ്റെ യേശുക്രിസ്തു മതിയായവനാണ്. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം മതിയായതാണ്. പ്രിയമുള്ളവരെ, ആ സ്നേഹത്തിൽ നിന്ന് ഒരിക്കലും പിന്മാറിപ്പോകാതെ ആ സ്നേഹത്തിൽ അള്ളിപ്പിടിച്ചുകൊണ്ടിരിക്കുവാൻ, ആ സ്നേഹത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുവാൻ ജയം വേണമോ? അതിൽ നാം വിശ്വസിക്കണം. ക്രിസ്തുവിന് എന്നോട് സ്നേഹമാണ് എന്ന് നാം വിശ്വസിച്ചേ പറ്റൂ. അല്ലെങ്കിൽ നാം വീണുപോകും, തോറ്റ് പിന്മാറി നാശത്തിലേക്ക് പോകും. അത് ദൈവത്തിൻ്റെ വചനമാണ്. നാം പ്രാർത്ഥനയോടെ, കർത്താവേ ഈ സ്നേഹത്തിൽ എന്നെ ചേർത്ത് നിർത്തണമേ, ആ ചങ്ങലയിൽ എന്നെ ചേർത്ത് ബന്ധിച്ചു കൊള്ളണമേ. ആ ചങ്ങലയിൽ നിന്ന് ഞാൻ ഒരിക്കലും പിന്മാറിപ്പോകാൻ ഇടവരരുത് കർത്താവേ. വേറെ ഒന്നുമില്ലെങ്കിലും, വേറെ ഒന്നും എനിക്ക് ലഭിച്ചില്ലെങ്കിലും കർത്താവേ, സ്നേഹച്ചങ്ങലയിൽ എന്നെ ബന്ധിച്ച് നിർത്തിക്കൊള്ളണമേ എന്ന് ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ.